ഇത് നമ്മുടെ പുതിയ ചാനലാണ് കേട്ടോ. നിങ്ങൾ ലവ് സ്റ്റോറി കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ചാനലും ഇഷ്ടപ്പെടും കേട്ടോ. ഞാനൊരു പാവം തൃശ്ശൂർക്കാരിയാണ്. ആ തൃശ്ശൂർക്കാരിയുടെ സ്ലാങ്ങിലായിരിക്കും കൂടുതലും സംസാരം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും കൂടെ നിൽക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇടുന്ന സ്റ്റോറി ഒരു റീപോസ്റ്റ് സ്റ്റോറിയാണ്. എന്നാലും നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കില്ല. ശരിക്കും ക്രിഞ്ചെന്ന് പറയാം ഈ ലവ് സ്റ്റോറി. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കേട്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ കമൻറ്റിൽ അറിയിക്കണേ. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ. സ്റ്റോറിയുടെ പേര് അപൂർവരാഗം എന്നാണ്. അപ്പം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങുക കേട്ടോ. ഒരു പുതിയ തുടക്കം ആരാണ് ആഗ്രഹിക്കാത്തത്? എന്നാൽ വായോ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. എന്റെ ഭാനുമതിയമ്മേ, ഇന്നത്തെ കാലത്ത് ചില പെൺപിള്ളേർക്ക് ഗവൺമെന്റ് ജോലിക്കാരെ തന്നെ വേണമെന്നേ. പയ്യൻ പാട്ടും കൃഷിയൊക്കെ ആയിട്ട് നടക്കുന്ന ആളാന്ന് പറയുമ്പോ തന്നെ വേണ്ടാന്ന് പറയും. വലിയ സ്വത്ത് ആസ്തിയൊക്കെ ഉള്ളതല്ലേ, പിന്നെന്താ മോന് നല്ലൊരു ജോലി നോക്കിക്കൂടെ? ഞാൻ പറയാഞ്ഞിട്ടാണ് ശേഖര, ഇത്രയൊക്കെ പഠിച്ചതല്ലേ, ഒരു നല്ല ജോലി നോക്കാൻ പറഞ്ഞ അവൻ കേക്കണ്ടേ? ഈ പാട്ടും കൂത്തും കൃഷിയായിട്ട് നടക്കുക. ഇപ്പൊ തന്നെ 30 വയസ്സായി. ആ സ്ത്രീ ആവലാതിയോടെ പറഞ്ഞു. എന്തായാലും ഭാനുമ്മ കുഞ്ഞിനെ ഒന്ന് ഉപദേശിച്ചു നോക്ക്. നമ്മുടെ കുട്ടിയെ കണ്ട ആർക്കാ ഇഷ്ടാവാത്തെ? പിന്നെ ഈ ജോലിയാണ് പ്രശ്നം. എന്തായാലും ഞാൻ പറഞ്ഞ പെൺകുട്ടിയെ നാളെ ചെന്നൊന്ന് കണ്ടിട്ട് വരാം. 8 മണിക്ക് ഇറങ്ങാം. കുറച്ച് ദൂരം കൂടുതലുണ്ടല്ലോ. ശങ്കരൻ ബ്രോക്കർ നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് പറഞ്ഞു. പെൺവീട്ടുകാരോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? അച്ഛനും അമ്മയും ഇല്ലാത്തവനാ. എന്റെ കുട്ടി ഇനിയും സങ്കടപ്പെട്ടുകൂടാ. അതിന് നല്ലൊരു കൂട്ട് വേണം, അത്ര മതി. പെൺകുട്ടിക്ക് വലിയ സ്വത്തും പദവിയും പഠിപ്പൊന്നും വേണ്ട. ഞാൻ എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ കാർത്തിക്കുഞ്ഞിന്റെ അമ്മ മരിച്ചു. 2 കൊല്ലം മുമ്പ് അച്ഛനും. അവർക്ക് താല്പര്യക്കുറവൊന്നുമില്ല. ശങ്കറിന് കട്ടൻ എടുക്കട്ടെ? പാല് വന്നിട്ടില്ല. ആ കുട്ടി പാലുമായിട്ട് വരുമ്പോഴേക്കും സമയം 7:30 കഴിയും. അപ്പൊ പാക്കറ്റ് പാല് വാങ്ങായിരുന്നില്ലേ? അതാവുമ്പോ 6:30 പത്രം കൊണ്ടുവരുന്ന പയ്യൻ കൊണ്ട് തരുകയും ചെയ്യും. നീലന് വീട്ടിലെ പാലാ ഇഷ്ടം. നമ്മുടെ അനന്തേട്ടന്റെ വീട്ടിൽ നിന്നാ കൊണ്ടുവരണേ. ഏത് കിഴക്കേല അനന്തന്റെയാ? അതെ, അവിടുത്തെ കുട്ടിയെ കൊണ്ടുവരണേ. സമയം ഇത്തിരി വൈകിയാലും വീട്ടിൽ കൊണ്ടുവന്ന് തരുമല്ലോ. അല്ലാതെ ഇവിടെ ആർക്കാ അവിടെ പോയി വാങ്ങാൻ നേരം? എന്നാ ഞാൻ ഇറങ്ങട്ടെ, നാളെ നേരത്തെ വരാം. അയാൾ കയ്യിലെ ഡയറി മടക്കി ആ 4 കെട്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോ ഡി എണീക്കണി, വേഗം എണീച്ച് പാല് ഭാനുമതി ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തേ. കുറച്ചു കഴിയട്ടമ്മ. അവൾ പുതപ്പിനുള്ളിലേക്ക് ഒന്നുകൂടെ ചുരുണ്ടു. 7:30 അപ്പു, ഇനിയും വൈകിയ പാല് കേടായി പോവും. അത് കേട്ടതും അവൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. വേഗം നെറുകയിൽ ഒന്നായി കെട്ടിവെച്ച മുടി അഴിച്ചിട്ട് ഭംഗിയിൽ കെട്ടി മുഖം ഒന്ന് കഴുകി പാലടങ്ങിയ തൂക്കുപാത്രം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പാല് കേടാവെന്ന് കരുതിയാണ് ഞാൻ വേഗം എണീറ്റെന്ന്. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. ഇപ്പൊ സമയം 7:30. ഈ സമയത്ത് ഈ ഭാഗത്തുള്ള ചുള്ളൻ ചേട്ടന്മാര് രാവിലെ നടക്കാൻ ഇറങ്ങുന്ന സമയമാണ്. രാവിലെ തന്നെ ഒരു ദർശന സുഖം. അവൾ റോഡിലൂടെയുള്ള ചേട്ടന്മാരെ സെൻസസ് എടുത്ത് അവസാനം വന്നു നിന്ന് ഒരു വലിയ 4 കെട്ട് തറവാടിന് മുന്നിലാണ്. ഗേറ്റ് കടന്നു പോകുന്നതോറും ചെറിയ കുട്ടികളുടെ സ്വരം ഉയർന്നു കേൾക്കുന്നുണ്ട്. രാവിലെ തന്നെ മംഗലശ്ശേരി നീലകണ്ഠൻ സാരിക്കമ്മ 15 തുടങ്ങിയ. അവൾ ഉമ്മറത്തേക്ക് ഒന്ന് എത്തി നോക്കി തറവാടിന്റെ അടുക്കള ഭാഗത്തേക്ക് നടന്നു. ചേച്ചി, ഭാനു ചേച്ചി. വിളി കേട്ട് കയ്യിലൊരു പാത്രവുമായി ആ സ്ത്രീ ഇറങ്ങി വന്നു. അവൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പാലാ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പു, നാളെ കുറച്ച് നേരത്തെ പാല് കൊണ്ടുവരൂ. നാളെ നീലന് എറണാകുളം വരെ ഒന്ന് പോവാൻ പെണ്ണ് കാണാൻ പോണായിരുന്നു. 8 മണിക്ക് ഇറങ്ങണേ. അതുകൊണ്ട് 7 മണിക്ക് പാല് കൊണ്ടുവരാൻ പറ്റുമോ? ആ ചേച്ചി, കൊണ്ടുവരാം. അത് പറഞ്ഞ അവൾ തിരിഞ്ഞു നടന്നു. ഇതിപ്പോ വല്ല സീരിയലോ സിനിമയായിരുന്നെങ്കിൽ പാൽക്കാരി ഈ വീട്ടിലെ ആളുടെ സ്വന്തം ആളാകുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഇത് ജീവിതല്ലേ. ഞാൻ 60s 90s ആളുകളോട് അധികം സംസാരിക്കാൻ നിൽക്കാറിയില്ല. എന്നെ കണ്ട ഇവർക്കൊക്കെ ആകെ 3 ചോദ്യം ചോദിക്കാനുള്ളോ. പഠിപ്പ് കഴിഞ്ഞില്ലേ മോളെ? കല്യാണം വല്ലതും നോക്കുന്നുണ്ടോ? ജാതകദോഷം വല്ലതും ഉണ്ടോ? അത് കേൾക്കുമ്പോ തന്നെ എനിക്കങ്ങ് വിറഞ്ഞു കയറും. ഞാൻ കിട്ടാത്തതിന് വീട്ടുകാരെക്കാളും ടെൻഷൻ നാട്ടുകാർക്കാ. ഡി, പെട്ടെന്ന് വിളി കേട്ടതും അവൾ ഞെട്ടി തിരിഞ്ഞു. അതാ വരുന്നു
നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, രാവിലെ തന്നെ കുളിക്കാതെ നനയ്ക്കാതെ പാലും കൊണ്ട് ഈ വീടിന്റെ പടി വരരുതെന്ന്. അയ്യടാ, തനിക്ക് കുളിക്കാത്ത പശുവിന്റെ പാല് കുടിക്കാം, ആ പാല് കൊണ്ടുവരുന്ന ഞാൻ കുളിക്കണമെന്ന് ഇവിടെ തന്നെയായ. ഇവിടെ പാട്ട് പഠിക്കാൻ വരുന്നതെല്ലാം ചെറിയ കുട്ടികളാ. നിന്റെ ഈ കോലം കണ്ട് അവരും നാളെ മുതൽ ഇങ്ങനെ വരാൻ തുടങ്ങും. അതിനെന്താ, അത്രയും വെള്ളം ഭൂമിക്ക് വെറുതെ പാഴാക്കണ്ടല്ലോ, അതെന്തായാലും നന്നായി. അത് പറഞ്ഞ് അവൾ പുറത്തേക്ക് നടന്നു. അപൂർണ! പിന്നിൽ നിന്നുള്ള അലർച്ച കേട്ട് അവൾ തിരിഞ്ഞു. നാളെ മുതൽ കുളിക്കാതെ ഈ വീടിന്റെ പടി കയറിയാ നിന്റെ കാല് തല്ലൊരുക്കി ഞാൻ. മാഷേ! അപ്പോഴേക്കും ഉമ്മറത്ത് നിന്ന് ഒരു കുട്ടിയുടെ വിളി വന്നു. അവൾ ഒന്ന് നോക്കിയ ശേഷം അവൻ ഉമ്മറത്തേക്ക് നടന്നു. ഇവിടെ രാമായണം എഴുതിയ കാർത്തികേയ, താൻ തന്റെ ട്യൂഷൻ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ ഈ അപൂർണയെ പേടിപ്പിക്കണ്ട കേട്ടാ. അവളുടെ ശബ്ദം കേട്ടതും അകത്തേക്ക് നടന്ന അയാള് തിരികെ വന്നു. നിമിഷ നേരം കൊണ്ട് അടുത്തുള്ള ചെടിയിൽ നിന്നും ഒരു കമ്പിൻ കഷ്ണം ഒടിച്ച് അവളുടെ കാലിനിട്ട് 2 അടി കൊടുത്തു. കാർത്തികേയനാണോടി രാമായണം എഴുതിയത്? അവന്റെ അടി കൊണ്ട് അവൾ ചാടിത്തുള്ളാൻ തുടങ്ങി. മുരുകനല്ലേ എഴുതിയേ? മുരുകന്റെ വേറെ പേരല്ലേ കാർത്തികേയൻ? അതോ ഇനി വൈലപ്പിള്ളി ചങ്ങമ്പുഴ എങ്ങാനാണോ? നീ നീ എത്ര അടിപ്പിത്ത കളി പഠിക്കണേ? ഡിഗ്രിക്ക്. എന്നിട്ട് ഇതുപോലെ അറിയില്ലേ രാമായണം എഴുതിയത് എഴുത്തച്ഛനാണ്? അതിനെന്താ ഞാൻ തലയും കുത്തി നിക്കണ? താൻ പോടോന്നില്ല. അവനെ പിന്നിലേക്ക് തള്ളി. അടുത്ത നിമിഷം അവൾ പുറത്തേക്കോടി. ഞാൻ നാളെ കുളിച്ചൊരുങ്ങി നിങ്ങൾക്ക് പാല് കൊണ്ടുവരുന്നു തരാട്ടോ. അത് വെച്ച് ചായ കുടിച്ചിട്ട് വേണ്ടേ നാളെ പെണ്ണ് കാണാൻ പോവാൻ? ഇവിടെ പാലക്കാട് പെണ്ണുങ്ങളില്ലാഞ്ഞിട്ടാ ഇനി എറണാകുളത്തേക്ക് പോയി പെണ്ണ് നോക്കണേ. അവൾ പിറുപുറത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഇത് ചെമ്പകശ്ശേരി മഠം, പഴമ വിളിച്ചോതുന്ന പാലക്കാട്ടിലെ തറവാട്. ഇവിടുത്തെ നീലകണ്ഠന്റെയും സത്യവതിയുടെയും ഒരേ ഒരു മകനാണ് ഇപ്പൊ കയറിപ്പോയ ധ്രുവ കാർത്തികേയൻ എന്ന കാർത്തി. അമ്മയുടെയും അച്ഛന്റെയും ഭാനുമതിയമ്മയുടെയും മാത്രം നീലൻ. വേറെ ആരും ആ പേര് വിളിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഒരാൾ മാത്രം അങ്ങനെ വിളിക്കും. അച്ഛൻ നീലകണ്ഠൻ 2 കൊല്ലം മുമ്പ് മരിച്ചു. അമ്മ സത്യവതി നീലന്റെ ജനനത്തോടെയും മരിച്ചിരുന്നു. അമ്മയുടെ അനീതി ഭാനുമതി മാത്രമേ ഇപ്പൊ നീലന് സ്വന്തം എന്ന് പറയാനുള്ളൂ. ഇന്നലെ നീലന്റെ അമ്മയുടെ മരിച്ച ദിവസമായതിനാൽ പൂജയ്ക്കും മറ്റും വന്നാണ് ഭാനുമതി. ധ്രുവ കാർത്തികേയൻ സംഗീത മാഷാണ്. ഒപ്പം വീടിനടുത്തുള്ള കുട്ടികൾക്ക് ട്യൂഷനും എടുത്തു കൊടുക്കും. പക്ഷെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം. ഇതിനേക്കാൾ എല്ലാം ഉപരി ആളൊരു കർഷകനാണ്. കഴിഞ്ഞ വർഷത്തെ കർഷകശ്രീയൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ചു മുമ്പ് പുറത്തേക്ക് ഇറങ്ങിപ്പോയവളാണ് അപൂർണ എന്ന അപ്പു. പേര് പോലെ തന്നെ അവളുടെ സ്വഭാവം. ഒന്നിലും ഒരു സ്ഥിരതയില്ല. എല്ലാം പകുതി പണിയാണ്. ഒപ്പം ഭൂലോകം അടിച്ചും ചെറിയൊരു പിടക്കുഴിയും. ഇപ്പൊ 20 വയസ്സ്, ഡിഗ്രി 3rd ഇയറിന് പഠിക്കണു. വീട്ടിൽ അച്ഛൻ, അമ്മ, ഒരു ഏട്ടൻ. അച്ഛൻ അനന്തൻ, അമ്മ ഭാമ, ഏട്ടൻ അരുൺ. ഇപ്പോ അച്ഛന്റെ കൂടെ കെട്ടുപണിക്ക് പോകുന്നു. അപ്പോ നമ്മുടെ പുതിയ കഥ ഇവിടെ തുടങ്ങുകയാണ്. ധ്രുവ കാർത്തികേയന്റെയും അപൂർണയുടെയും കഥ.